പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി ഓരോ സന്ദർഭങ്ങളിലും ഓരോ നാട്ടിലും നടക്കുന്ന വിചിത്ര സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കാർഗിൽ അനുസ്മരണം നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിച്ചപ്പോൾ തൊട്ടടുത്ത് എന്താണ് സംഘടിപ്പിച്ചത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പർവേസ് മുഷറഫിന്റെ ഒരു അനുസ്മരണം. ആർക്കാണ് പാകിസ്ഥാനോട് കൂറെന്നും ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ ആർക്കാണ് കല്ലുകടിയെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ്. പക്ഷേ പലപ്പോഴും പലർക്കും അത് കൃത്യമായ രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നു. നിർമ്മല കോളേജ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്. 70-ലധികം വർഷങ്ങളായി വളരെ സമാധാനത്തോടുകൂടി ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കണമെന്നും ഈ സ്ഥാപനത്തെ മതവൽക്കരിക്കണമെന്നും ആസൂത്രിതമായി ഒരു സംഘം ആളുകൾ പിന്നിൽ പ്രവർത്തിച്ചു. അവര് ഈ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ നമസ്കരിക്കുന്നതിനു വേണ്ടി പ്രേരിപ്പിച്ചയച്ചു. ഇത് പറയുമ്പോൾ വെറുതെ പറയുവാണ് എന്ന് വിചാരിക്കാം. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ പേര് മാത്രമേ ഈ നാട്ടിൽ ബാൻ ചെയ്തിട്ടുള്ളൂ. എന്താണ് പറയുന്നത് ഷൈജു? പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ, അവിടെ നിൽക്ക്. നിന്നോട് മാത്രം പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഓടിപ്പോകാനാ? അതിന് നീ വെച്ച ആളാ ഞാന്. അടങ്ങ്, പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതിനു മുമ്പ് തോണ്ടിയെടുക്കാൻ ശ്രമിക്കാതെ. ഇവിടെ സമാധാനപരമായി ഒരു കോളേജ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ കോളേജിലേക്ക് മതവൽക്കരണം നടത്തുന്നതിനു വേണ്ടി ഒരു വിഭാഗം കുട്ടികളെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് ആ സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറ്റി വിടുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് കൃത്യമായി ട്യൂഷൻ ലഭിക്കുന്നു. നമ്മൾ ആദ്യം ഒരു ഷാള് കൊണ്ടുവരണം. ക്ലാസ് മുറിക്കകത്തൊരു മൂലയ്ക്ക് ഒരു പ്രകോപനവും ഇല്ലാതെ ആദ്യം ഒറ്റയ്ക്ക് നിന്ന് നമസ്കരിക്കണം. പിന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ കുട്ടികൾ വരും, 2-3 കുട്ടികൾ വരും. നമ്മൾ ഇങ്ങനെ നമസ്കരിക്കുന്നത് കാണുമ്പോൾ ആ സ്ഥാപനക്കാർ നമുക്കൊരു നമസ്കാര മുറി ഏർപ്പാട് ചെയ്തു തരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വലിയൊരു ബോർഡ് വെക്കാം, നമസ്കാര റൂം. കുറച്ച് കഴിയുമ്പോൾ ആ മസ്ജിദ് ആക്കാം നമുക്കത്. അതിനകത്ത് നമുക്കൊരു പേര് നൽകാം. ആ നമസ്കാര റൂമിന് മസ്ജിദ് ആക്കാം. കുറച്ച് കഴിയുമ്പോൾ നമസ്കരിക്കാൻ സമയമായെന്ന് അറിയണമെങ്കിൽ ബാങ്ക് വിളിക്കണം. അങ്ങനെ പടിപടിയായി നമുക്ക് നമ്മുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ആ സ്ഥാപനത്തിൽ സാധിക്കണം. ഈ രൂപത്തിലാണ് നമ്മുടെ മക്കൾ ട്യൂഷൻ ചെയ്യപ്പെട്ടത്. അവർ ട്യൂൺ ചെയ്യപ്പെട്ട കുട്ടികളാണ്. കേട്ടോ, ഞാൻ വെറുതെ പറയുവാണെന്ന് വിചാരിച്ചു. കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കില്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നുണ്ടാക്കുക. വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരാം. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കാം. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കാം. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്ന ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം PTA കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ
അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ളാഹ് കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിന്റെ പിന്നിൽ സ്ക്രിപ്റ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിന് പിന്നിൽ സംഘടിതമായ ഒരു കോച്ചിങ് വിങ് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ പറയും? പകൽ പോലെ സത്യമാണ്. ആ സ്ഥാപനത്തിനകത്തൊരു മസ്ജിദ് പൊങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കുട്ടിയാണ് ആദ്യം തുടങ്ങി വെച്ചത്. അത് പിന്നീട് 150 കുട്ടികളിലേക്കും ഒരു പള്ളിയിലേക്കും വഴിമാറി. എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായോ? ഇവർ നഞ്ചെന്തിന് നന്നാഴി എന്ന് ചോദിക്കുന്നത് പോലെ ഇവർ ഒരുപാട് വേണ്ട, ഉള്ളത് മതി. ഉള്ളത് കാന്താരികളാണ്, പ്രത്യേകിച്ച് ഒരു മുളക് പൊടിയുടെയും ആവശ്യമില്ല. അപ്പൊ ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ PU കോളേജിൽ കർണാടകയിലെ ഹിജാബ് സമരം സംഘടിപ്പിച്ചതുപോലെ തന്നെ അതിനകത്ത് ഫണ്ട് ഇറക്കിയതൊക്കെ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് പിന്നീട് മനസ്സിലായല്ലോ. അതുപോലെ ഒരു വിഭാഗം ആളുകൾ സംഘടിതമായി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ, ഇതൊരു മലദ്വാർ സംസ്ഥാനമാക്കി, മലദ്വാർ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടികൾ വെറും ഡമ്മികൾ മാത്രമാണ്. തുടക്കം എന്ന നിലയ്ക്ക് 1-2 കുട്ടികൾ പോയി ഒരു പരാതി ആവശ്യപ്പെടുക, ഒരു ആവശ്യം ഉന്നയിക്കുക, നമ്മളുടെ പ്രതിസന്ധികൾ അവരുമായി ചർച്ച ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മളോട് ആ വിഷയത്തിലുള്ള സമീപനം എന്താണ് എന്ന് നമുക്കറിയാം. അത് അറിഞ്ഞിട്ട് വേണം പുറത്തു നിൽക്കുന്ന മുതുകാലന്മാർക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കാൻ. ഇനി നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് മൂവാറ്റുപുഴയിൽ കേട്ട ആ മുദ്രാവാക്യമാണ്. എങ്ങനെയുണ്ട് ആ മുദ്രാവാക്യം? അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ. ഇപ്പൊ മനസ്സിലായോ? ഈ നാടിനെ മതവൽക്കരിക്കാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ ഈ കേരളക്കരയിൽ അരങ്ങേറുന്നത്. ഇന്ന് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞവര് വന്നിട്ടുണ്ടെങ്കിൽ നാളെ അവരെ നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു റൂം സ്പെഷ്യലായി വേണം. ഞങ്ങൾ അത് മസ്ജിദാക്കും, ഞങ്ങൾക്കത് പള്ളിയാക്കണം, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കണം, ആണുങ്ങൾ മുന്നിൽ നിന്ന് നമസ്കരിച്ച് നേതൃത്വം വഹിക്കണം. ക്രമേണ ഞങ്ങൾക്കൊരു മുസ്ലിം പ്രിൻസിപ്പൽ വേണം, ഞങ്ങൾക്ക് മുസ്ലിം അധ്യാപകര് വേണം. ക്രമേണ ആ സ്ഥാപനത്തിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ മറയായി ഇനി ഞങ്ങൾക്ക് ഹിജാബ് വേണം. ആ മസ്ജിദിന് ഒരു പക്ഷേ ഇവർ മസ്ജിദ് പാകിസ്ഥാൻ, അതല്ലെങ്കിൽ സിറിയൻ മസ്ജിദ്, അതല്ലെങ്കിൽ മസ്ജിദ് ഐസിസ്, അതൊന്നും നമ്മുടെ നാട്ടിൽ വരില്ല എന്ന് തറപ്പിച്ച് പറയാൻ ഒരു രാഷ്ട്രീയക്കാർക്കും സാധിക്കില്ല, ഒരു മത മേലധ്യക്ഷന്മാർക്കും സാധിക്കില്ല. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്ത് വിജയിപ്പിച്ചവരാണ് ഇവരെല്ലാം. ഇവരൊക്കെ ഇത്തരം പല സംഭവങ്ങളിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നവരാണവർ. ഇത് തുടക്കം മാത്രമാണ്. ഒരു പക്ഷേ 70-ലധികം വർഷം പാരമ്പര്യമുള്ള ആ സ്ഥാപനം മനസ്സിലാക്കാതിരിക്കില്ല ഇതൊരു തുടക്കം മാത്രമാണെന്ന്. ഒടുക്കം ഇസ്ലാമിക മതരാഷ്ട്രത്തിലായിരിക്കുമെന്നവർക്കറിയാം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രകോപനപരമായ സമരവും പ്രതിഷേധവും നടത്തി പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. കാസയുടെ വാക്കുകൾ കടമെടുത്താൽ തോന്നുന്നിടത്തൊക്കെ മുസല്ല വിരിക്കാനും നമസ്കാരപ്പായ വിരിക്കാനും ഇത് പാകിസ്ഥാൻ അല്ല എന്ന അടിക്കടി ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രകോപനപരമായ മുദ്രാവാക്യത്തിലൂടെ ഇവർ ഈ സ്ഥാപനത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്?
ഇവരൊറ്റയ്ക്കാണോ? ഇവർക്ക് നാളെയും ഈ സ്ഥാപനത്തിൽ പഠിക്കണ്ടേ? അപ്പോൾ ഇവരെ ഇളക്കി വിടുന്ന ശക്തികൾ ആസൂത്രിതമായി പിന്നിൽ നിന്ന് പണിയുന്നുണ്ട്. ഈ മതേതര കേരളക്കരയ്ക്ക് മതമൗലികവാദം ഉള്ളിലില്ലാത്ത ഒരു വ്യക്തിക്കും ഈ പ്രകോപനപരമായ സമരത്തോട് യോജിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനു മാത്രമായി നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഒരു പ്രത്യേക പ്രിവിലേജ്? അവർക്ക് മാത്രമായിട്ട് എന്തിനാണ് ഒരു ആനുകൂല്യം? അവർക്ക് മാത്രമായിട്ട് എന്തിനാണ് ഒരു പരിഗണന? പൊതുസമൂഹത്തിൽ എല്ലാവരും കുട്ടികൾ മാത്രമാണ്, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ. അതിനപ്പുറം മുസ്ലിം കുട്ടി, ഹിന്ദു കുട്ടി, ക്രിസ്ത്യൻ കുട്ടി ഇല്ല. ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് ആ സ്ഥാപനം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണെന്ന് കരുതി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മതപരമായ പരിഗണന അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയും നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്. എല്ലാ മതവിഭാഗങ്ങളും മത ആലയങ്ങളിൽ ഒതുങ്ങണം. അവര് പള്ളികളിൽ പോയി നമസ്കരിച്ചോട്ടെ, മദ്രസകളിൽ അവർ പായിട്ടോട്ടെ, അവർക്കിനി നമസ്കരിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ എത്രയെത്ര ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ പോയി അവർക്ക് അവരുടെ മതരീതികളൊക്കെ പ്രാവർത്തികമാക്കാമല്ലോ, ഒരു സമരവും ചെയ്യാതെ, ഒരു പ്രതിഷേധ പ്രകടനവും ചെയ്യാതെ, പ്രിൻസിപ്പളിനെ ഘെറാവോ ചെയ്യാതെ തന്നെ ഇവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഈ കേരളക്കരയിലുണ്ടല്ലോ. ഇനിയുമുണ്ടല്ലോ TC വാങ്ങുക, ഇസ്ലാമിക സ്ഥാപനത്തിലേക്ക് പോകുക. ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ഇത്തരം കലാലയങ്ങളിൽ ഓരോ പ്രാർത്ഥനാ റൂം പ്രത്യക്ഷപ്പെട്ടാൽ, പൂജാമുറി, ബൈബിള് വായിക്കാൻ ഒരിടം, നമസ്കാര മുറി, ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടില് കലാലയങ്ങളിലേക്ക്, വിദ്യാഭ്യാസങ്ങളിലേക്ക് ഏത് രൂപത്തിലാണ് മതം കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയാമോ? സംസ്ഥാന കലോത്സവത്തിന്റെ പേര് ഇന്തിഫാദ, സായുധ കലാപം. എത്ര പേരതിനെ എതിർത്തു? ഓരോ സ്റ്റെപ്പുകൾ വീതമാണ് ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇന്തിഫാദയെ എതിർക്കാത്ത ആളുകൾ എങ്ങനെയാണ് നിർമ്മല കോളേജിൽ ഒരു നമസ്കാര റൂം വേണമെന്ന് പറയുമ്പോൾ അതിനെ എതിർത്ത് മുന്നോട്ട് വരുന്നത്? ഇത് തുറന്നു പറയുമ്പോൾ ചാപ്പയടിക്കും പുല്ലുപോലെ. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 3 മതവിഭാഗത്തെയും പ്രകീർത്തിക്കുന്ന രൂപത്തിൽ ഓരോരോ പ്രാർത്ഥനാ റൂമുകൾ തുറന്നാൽ അതിന് കലാലയം എന്നല്ല പേര് പറയുക. നമസ്കാര റൂമും പൂജയും കുരിശുവരയും ഒക്കെ അവനവന്റേതായിട്ടുള്ള മത ആലയങ്ങളിൽ പോയി നടത്തണം. ഇത് നാണം കെട്ട പണിയാണ് എന്ന് കേരളം ഇത്തവണ തെളിയിച്ചു. പൊതുസമൂഹത്തിൽ ഇത്തരം ആവശ്യവുമായി വരുന്ന ഈ കുട്ടികൾ പഠിച്ച് ഉന്നത നിലയിലെത്തിയാൽ പോലും ഇവരുടെ തലച്ചോറിൽ ഫോം ചെയ്തിരിക്കുന്ന മതമല്ലേ വർക്കൗട്ട് ആകൂ. ഇവര് പഠിച്ച് ഡോക്ടറായി, എഞ്ചിനീയറായി, കളക്ടറായി, പ്രൊഫസറായി ഇവരുടെ തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്നത് ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതവും മതവെറിയുമാണെങ്കിൽ എങ്ങനെയുണ്ടാകും? എന്തായിരുന്നാലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയും തങ്ങളുടെ പ്രസ്താവന ഉടനടി തന്നെ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്ത ആ സഭയ്ക്കാണ് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കേണ്ടത് നമ്മൾ. കാരണം അവസരോചിതമായി അവർ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി. നിർമ്മല കോളേജ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ധരിക്കരുത്. അല്ല, ഉസ്താദ് പറഞ്ഞതുപോലെ പടിപടിയായിട്ട് നമ്മൾ കയറി വരണം. ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി വിചാരിച്ചാൽ മതി ഏത് ക്രിസ്ത്യൻ കോളേജും ഏത് ഹിന്ദു കോളേജും നമുക്ക് മുസ്ലിം കോളേജാക്കി മാറ്റാൻ പറ്റും. ഇത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ്. ഇത് സാധാരണ ചിന്താഗതിയിൽ നിന്ന് വരുന്ന അവിവേകമാണെന്ന് ചിന്തിക്കരുത്. അല്ല, അസാധാരണമായ മാനസികാവസ്ഥയിൽ നിന്നും വരുന്ന മതചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിവേകപൂർണമായ തീരുമാനമാണിത്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് പഠിക്കണം. നായയും ചെന്നായയും പോലെയാണ് ഇവരുടെ ഉദാഹരണങ്ങൾ. നമ്മൾ വിചാരിക്കരുത് ഇവർ ഒറ്റയാണെന്ന്. അല്ല, ഇവർക്ക് പിന്നിൽ സംഘടിതമായ ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വമാണ് ഇവർക്ക് പിൻബലം നൽകുന്നത്. കർണാടകയില്
PU കോളേജിൽ ഹിജാബിന് വേണ്ടി സമരം നടത്തിയ പെൺകുട്ടി അന്ന് ആദ്യമായിട്ടാണ് പർദ്ദയും ഹിജാബും ധരിക്കുന്നത്, മുസ്കാൻ ഖാൻ. ആ പെൺകുട്ടിയെ ഇവരെ അതിന്റെ ഭാവി ജീവിതം പോലും തകർത്ത് അതിനെ ആ രൂപത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിട്ട് അൽ-ഖ്വയ്ദ നേതാവ് വരെ ആ പെൺകുട്ടിയെ വിളിച്ച് ആശീർവദിക്കുകയും തുടർന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സ്പോൺസർ ചെയ്യുകയും ചെയ്തപ്പോൾ NIA ആ വീട്ടിലെത്തി. നിങ്ങളും ഈ തീവ്രവാദ സംഘടനയുടെ നേതാവും തമ്മിൽ എന്താണ് ബന്ധം? ഒടുവിൽ മുസ്കാൻ ഖാന്റെ പിതാവ് മാധ്യമങ്ങളോട് വന്നിട്ട്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു രൂപത്തിലും മതവിവേചനമില്ല, ദയവ് ചെയ്ത് നിങ്ങളായി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞു. മനുഷ്യരുടെ ഗണത്തിൽ ഇവരെ പെടുത്താൻ പറ്റില്ല. കാരണം ഇവരുടെ തലച്ചോറ് മുഴുവനും മതമാണ്, മതമാണ്, മതമാണ് ഞങ്ങളുടെ പ്രശ്നം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവര് പ്രവർത്തിക്കുന്നത് പോലെയല്ല, സംഘടിതമായിട്ടുള്ളപ്പോൾ, ഒരു കൂട്ടമായിട്ടുള്ളപ്പോൾ, ഇവർക്ക് പിന്നിൽ നിന്ന് ഇവരെ നയിക്കാൻ ഒരു നേതൃത്വമുള്ളപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇവരുടെ രീതി ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന നിഷ്കളങ്കതയൊന്നും ഇതിനകത്തില്ല. ഇവരെന്തൊരു പൊട്ടന്മാരാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, ഇത് കൂർമ്മ ബുദ്ധിയാണ്. ഇത് കൂർമ്മ ബുദ്ധിയാണ്. ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഒരു മുതുകാലന്റെ തോളിലിരുന്ന് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് ഇവിടെ അനുസ്മരിക്കേണ്ടത്. അരിയും മലരും മാത്രമല്ല, ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞത് എന്തിനാ? നിങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള ദൗത്യമേറ്റവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ തലയിൽ അത്ര വലിയ ദൗത്യമുണ്ട്. ഈ കേരളക്കരയിൽ നിന്നും മുഴുവൻ അമുസ്ലിങ്ങളെയും തുടച്ചു നീക്കിയിട്ട് വേണം ഞങ്ങളുടെ മതഗ്രന്ഥം പറഞ്ഞതുപോലെ ഇസ്ലാമിക ലോകം ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ. അള്ളാഹുവിന്റെ ഭരണവും അള്ളാഹുവിന്റെ ഭരണഘടനയും ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ. നിർമ്മല കോളേജിന്റെ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടായിരിക്കെ നമസ്കാരമാണ് ഇവർക്ക് ലക്ഷ്യമെങ്കിൽ അവിടെ പോയി ഇവർക്ക് നമസ്കരിക്കാം. ഇവിടെ നമസ്കാര പള്ളികൾ ഒഴിഞ്ഞു കിടക്കുക, നമസ്കരിക്കാൻ ആളില്ലാതെ ഒരു സഫോ 1.5 സഫോ എന്ന് പറഞ്ഞാൽ വരി, അത്രയും ആളുകൾ ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിൽ ഇല്ല. ആ രൂപത്തിൽ നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമസ്കാരമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ആ പള്ളിയിലെ സ്ത്രീകളുടെ നമസ്കാര സ്ഥലം ഇവർക്ക് പ്രയോജനപ്പെടുത്തിയാൽ മതി. ഈ പെൺകുട്ടികളെ തടഞ്ഞിട്ടില്ല ഈ മത സംഘടനകളും മതപുരോഹിതരുമെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് സാക്ഷിയാകേണ്ടി വരും. കാരണം ഇവർ ഒരു വിഭാഗം കുട്ടികളെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ സ്ഥാപനത്തിലേക്ക് കയറ്റിവിടും. മനസ്സിലായ? ഏതെങ്കിലും ഒരു മഹല്ല് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഇവര് മാർച്ച് നടത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നിർമ്മല കോളേജിൽ ഒഴിഞ്ഞു കിടന്ന മുറിയിലെ പഴയ പേപ്പർ വിരിച്ച് നമസ്കാരം നടത്താനുള്ള ശ്രമം കോളേജ് മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം തടഞ്ഞു. ആ തടഞ്ഞതിന് ശേഷമാണ് അവർ നമസ്കാര സൗകര്യം കോളേജിൽ വേണമെന്ന് ഏറ്റുപറഞ്ഞ് 1-2 പെൺകുട്ടികൾ രേഖാമൂലം കോളേജ് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെടുന്നു. ആ ഉസ്താദ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചിലരെ കോളേജിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ കാരണം അവരെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതൃത്വമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെന്ന് കരുതി അതേ ആശയവും അതേ ലക്ഷ്യവും അതേ തലച്ചോറും അതേ പ്രവർത്തന മേഖലയും പേറുന്ന ആളുകൾ എല്ലാവരും തിഹാർ ജയിലിലാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. അല്ല, നിർമ്മല കോളേജിലെ ഈ ആവശ്യം എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി. ചില ഉസ്താദുമാരും മതവർഗീയവാദികളും തീവ്രവാദികളും ഒക്കെ ഈ രൂപത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരുടെ ആഹ്വാനങ്ങളും ഈ രൂപത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു കുട്ടി തയ്യാറെടുത്താൽ മതി. ക്രമേണ എല്ലാ ആളുകളും നമസ്കരിക്കേണ്ടവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഈ നമസ്കാര പള്ളിക്കായിട്ടുള്ള ഈ പ്രതിഷേധമുണ്ടല്ലോ, ഈ മുറവിളി ഉണ്ടല്ലോ, ഇതൊരിക്കലും അവരുടെ മതം വളർത്താനാണെന്നോ അവരുടെ മത ആശയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുന്നതിനോ വേണ്ടിയാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. ഇത് മതവിശ്വാസത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയോ മതവിശ്വാസം വളർത്തുന്നതിന് വേണ്ടിയോ
മത അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയോ അല്ല. ഇവിടെയാണ് മത തീവ്രവാദം തലപൊക്കുന്നത്. ഇത് മത തീവ്രവാദമാണ്. മുസ്ലിം മത പൗരോഹിത്യം ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മുസ്ലിം കുട്ടികളുണ്ടല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും. മുസ്ലിം സമുദായം വലിയ വില കൊടുക്കേണ്ടി വരും. മുസ്ലിം രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ മതമൗലികവാദ നേതൃത്വവും പൗരോഹിത്യവും ഇതിനെ തടഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ഈ കുട്ടികളെ പ്രകോപിതരാക്കി കലാലയങ്ങളിലേക്ക് മതവർഗീയതയുണ്ടാക്കാനും മത തീവ്രവാദം വളർത്താനും വിടുകയാണെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഈ നാട്. നമസ്കാരപ്പായക്കായിട്ടുള്ള ഈ മുറവിളി നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഇത് മതം ആശയം അവർക്ക് മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയാണെന്ന്? അല്ല, ഒരിക്കലുമല്ല. ഒരു മതനിരപേക്ഷ രാജ്യത്ത് മനുഷ്യൻ സാഹോദര്യത്തോടുകൂടി മതത്തെ മാറ്റി നിർത്തി മനുഷ്യൻ പരസ്പരം ഏതൊക്കെ മേഖലകളിലാണ് സൗഹൃദപ്പെടേണ്ടത് എന്ന് ചിന്തിച്ച് ഇത്തരം വർഗീയ വിഷങ്ങളെ മാറ്റി നിർത്തി മനുഷ്യൻ സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കലാലയത്തിൽ വരെ ഇത്തരം മത തീവ്രവാദ ആശയം കൊണ്ടുവരാൻ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ ഈ നാട് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ രൂപത്തിൽ ഈ കലാലയത്തിൽ ഇങ്ങനെ ഒരു ആശയം സൃഷ്ടിക്കാനും പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകാനും തയ്യാറായ ഈ കുട്ടികൾക്ക് എവിടെ നിന്നെങ്കിലും കോച്ചിങ് ലഭിച്ചിട്ടുണ്ടോ എന്നത് തീവ്രമായി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. കോളേജിൽ നിന്ന് 50 മീറ്റർ അകലെ പള്ളി ഉണ്ടായിരിക്കെ ഈ കോളേജിൽ തന്നെ അവർക്ക് നമസ്കാര റൂം വേണമെന്ന് വാശി പിടിച്ച് ആളെ കൂട്ടി പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഉപരോധം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം നിഷ്കളങ്കമാണെന്നോ മതമാണെന്നോ ചിന്തിക്കരുത്. ഇതിന്റെ പേരാണ് മത തീവ്രവാദം. ഇതൊരു ചെറിയ വിഷയമല്ല. ഉസ്താദിന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും, വെറും 1 മിനിറ്റ് കൊണ്ട് വലിയ ഒരു തീവ്രവാദത്തെയാണ് കലാലയത്തിലേക്ക് കടത്തിവിടാൻ ആ മതപുരോഹിതൻ ശ്രമിച്ചത്. ഇനിയും വായ തുറക്കാത്ത ക്രിസ്ത്യൻ നേതാക്കൾക്ക് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ കിട്ടിയ അടിയോ പൂഞ്ഞാറ് വിഷയത്തിൽ കിട്ടിയ അടിയോ ഒന്നും ഇവർക്ക് പോരാതെ വന്നു. നേതാക്കൾക്കും ക്രിസ്ത്യൻ നേതാക്കൾക്കും അതുപോലെ ബിഷപ്പുമാർക്കുമൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഇനിയുമുണ്ടാകും. അവർക്ക് പബ്ലിക്കിൽ മതേതരത്വം പ്രസംഗിക്കാനും മുസ്ലിം കുട്ടികളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ മത തീവ്രവാദം അവരുടെ തലച്ചോറിലേക്ക് കെട്ടിവെക്കാനും സാധിക്കുന്നത് ഈ കേരളക്കര ഒരു ബഹുസ്വരമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അവർക്കവരുടെ മതം നടപ്പിലാക്കണം. അതിനും ക്രിസ്ത്യൻ സ്ഥാപനമായിരുന്നാലും സാരമില്ല, ഹിന്ദു സ്ഥാപനമായിരുന്നാലും അത് അവരുടെ വിഷയമേ അല്ല. കുറെ ആളുകളുടെ കുരുക്കൾ പൊട്ടുമെന്ന് അറിഞ്ഞ് തന്നെയാണ് ഈ വിഷയം വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത്. തെറിവിളികളുമായി നിങ്ങൾ മുന്നോട്ട് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ തെറിവിളികൾ എന്തിനു വേണ്ടിയുള്ള മുറവിളിയാണ് എന്ന് ഈ കേരളം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ചില വിഷയങ്ങൾ കൂടി പറയാതെ വയ്യ. നിങ്ങൾ എത്രമാത്രം തെറിവിളികളുമായി മുന്നോട്ട് പോകുന്നോ അത്രമാത്രം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളും ഉണ്ടാകും. ആ ഉസ്താദിന്റെ വീഡിയോ ഒന്നുകൂടി നിങ്ങളൊന്ന് കേൾക്കുക. കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ശ്രദ്ധിച്ചോ? നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരിക. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ
ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്ന ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം PTA കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ള കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. അതാ പറഞ്ഞത്. ഈ സംഭവം നിർമ്മല കോളേജില് നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു റൂം വേണം എന്ന ആവശ്യം തികച്ചും ആസൂത്രിതമാണ്. ഈ കുട്ടികളെ പല ആളുകളും പ്രയോജനപ്പെടുത്തി കുത്തിത്തിരിപ്പുണ്ടാക്കി ഇൻജക്ട് ചെയ്ത് അവരെ ആ കോളേജിലേക്ക് കുത്തിത്തിരിക്കിയതാണ്. ക്രമേണ നമ്മളുടെ ആശയങ്ങൾ അവിടെ പ്രാവർത്തികമാക്കാം. ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, നമസ്കരിക്കാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന്. അതിന് പള്ളിയിൽ പോയി നമസ്കരിക്കണം സുഹൃത്തെ. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തെ മതവൽക്കരിക്കാനും അവിടെ ഒരു നമസ്കാര റൂം ഉണ്ടാക്കാനും അല്ല ശ്രമിക്കേണ്ടത്. നമസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആലയത്തിനകത്ത് നമസ്കാരപ്പായ വിരിക്കണം. എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടല്ല, എനിക്കിതിനകത്ത് ഒരു കുഴപ്പവും ഉണ്ടായിട്ടല്ല. എന്റെ കുഴപ്പത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മതേതരത്വത്തിന്റെ വിഘാതത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. കലാലയങ്ങൾ മതങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതിയെ ഒരു രൂപത്തിലും നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ഈ വിഷയങ്ങളിൽ പ്രതികരണവുമായി ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. കാരണം എന്തെന്നറിയാമോ? ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലഘട്ടമല്ല ഇത്. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കുന്നില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അത് ഒരു കലാലയമാണ്. കലാലയം വിദ്യ അഭ്യസിക്കാനുള്ള സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനത്തിന്റെ 50 മീറ്റർ മാത്രം അകലെ മുസ്ലിം പള്ളി ഉണ്ടായിട്ട് എന്തേ അവിടെ പോയി നമസ്കരിക്കാൻ പറ്റാതെ ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിനകത്ത് തന്നെ നമസ്കരിക്കണമെന്ന് പറയുന്നത്? ആ സ്ഥാപനത്തോട് ചേർന്ന് തന്നെയാണ് ഹോസ്റ്റൽ ഉള്ളത്. അവിടെ പോയി നമസ്കരിക്കാമല്ലോ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആ സ്ഥാപനത്തിന് ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ലഞ്ച് ബ്രേക്ക്, നമസ്കാര ബ്രേക്ക്. എന്തേ അവിടെ പോയി നമസ്കരിക്കാൻ പറ്റാത്തത്? ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് തന്നെ നമസ്കാര റൂം ഉണ്ടാക്കി അവർക്ക് നമസ്കരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് പിന്നിൽ ഉദ്ദേശം നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടാകും അല്ലേ? ഒരുപാട് പ്രത്യേകതകളുള്ള മതമാണിത്. ഈ മതത്തിന്റെ വികാരങ്ങളെ, ഈ മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സർവോപരി മുറിയന്മാരെയും അപ്പിക്കുപ്പായക്കാരെയും പ്രത്യേകമായി പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നിലനിൽപ്പില്ലാതെ വരും, അവരുടെ മാധ്യമങ്ങൾക്ക് നിലനിൽപ്പില്ലാതെ വരും, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കും മത നേതാക്കന്മാർക്കുമൊക്കെ ഇവിടെ നിലനിന്ന് പോകണ്ടേ? ഈ നിർമ്മല കോളേജിന്റെ മുന്നിൽ തന്നെയുള്ള ഒരു മസ്ജിദ് എന്താ അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാത്തത്? നമസ്കാരമാണ് ഇന്റൻഷൻ എങ്കിൽ 1 മിനിറ്റ് പോലും നടക്കണ്ട. അത്ര ദൂരമേ ഉള്ളൂ അവിടെ പോയി നമസ്കരിക്കാതെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് തന്നെ നമസ്കരിക്കാൻ ഞങ്ങൾക്ക് റൂം വേണമെന്ന് പറഞ്ഞ് ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട തലച്ചോറുള്ളവന് മനസ്സിലാകും. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവൻ ഒരു പക്ഷേ ഇതിന്റെ ഉള്ളുകള്ളികളെ കുറിച്ച് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. തലച്ചോറ് ഉപയോഗിക്കുന്നവന് കാര്യം മനസ്സിലാകും. ഇവർ പടിപടിയായി എന്താണ് ഈ കേരളക്കരയിൽ ക്രിസ്ത്യാനികൾക്കകത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകും. ഓരോ കോളേജിന്റെയും കോമ്പൗണ്ടിനകത്ത് 2 പള്ളികളും 2 ക്ഷേത്രങ്ങളും ഉണ്ടാക്കട്ടെ. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമായതുകൊണ്ട് അവർക്ക് ചർച്ചിന്റെ ആവശ്യം വരില്ല. പിന്നെ ജാതികളിലെ കുറഞ്ഞ ആളുകൾക്ക് വേറെ, കൂടിയവർക്ക് വേറെ, എല്ലാവർക്കും ഓരോരോ ആരാധനാലയം വീതം കലാലയത്തിന്റെ കോമ്പൗണ്ടിൽ പണിയണമെന്നാണോ ഈ പ്രശ്നം? പണിഞ്ഞാലേ
ഈ പ്രശ്നം മാറത്തുള്ളൂ എന്നാണ് ഈ ആശയം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളത്തിന്റെ ഭ്രാന്താലയം പ്രാവർത്തികമാക്കണമെങ്കിൽ കലാലയങ്ങൾക്ക് പേരു നൽകണം. അത് ഇത്തരം ഒരു മത പേരാണെങ്കിൽ വളരെ നല്ലത്. കലോത്സവങ്ങൾക്ക് പേരു നൽകണം. അത് സായുധ കലാപം എന്നർത്ഥം വരുന്ന ഇന്തിഫാദയാണെങ്കിൽ വളരെ നല്ലത്. ഓരോ കലാലയങ്ങൾക്കകത്തും ഓരോ മതവിഭാഗത്തിന്റെ ആരാധനകളും മുഴങ്ങിക്കേൾക്കട്ടെ. ഈ കലാലയത്തിനകത്ത് വെള്ളിയാഴ്ച ദിവസം ജുമുഅ ഖുതുബയും ഖുർആൻ വചനങ്ങളും ഒക്കെ ഉയർന്നു കേൾക്കട്ടെ. അങ്ങനെ ഇത്തരം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ മതമൂല്യങ്ങൾ, ഇസ്ലാം മതമൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന രൂപത്തിൽ ലോകത്തറിയട്ടെ. എന്തേ മതിയോ ഭ്രാന്താലയമാക്കിയത്? കേരളത്തിന്റെ മത സാഹചര്യം, ഈ മുറിയന്മാർ കേരളത്തിൽ ഓരോ സ്ഥാപനങ്ങളിലും നുഴഞ്ഞു കയറി അവിടെയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കോളേജിലും സ്കൂളിലും പഠിക്കാനാണ് വരുന്നത് എന്ന ആശയം മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതിന് പകരം അവിടം പള്ളിയാക്കാൻ, മസ്ജിദാക്കാൻ ശ്രമിക്കുന്നത് തീർത്തും വിരോധാഭാസം എന്നല്ല പറയേണ്ടത്, മത തീവ്രവാദം എന്നാണ്. ഇസ്ലാം മത വിശ്വാസികളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാനല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത്. അവർക്ക് അതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ട്, അവിടെ പോയി പഠിച്ചു. ഈ പോക്ക് മുളയിലേ നുള്ളിയിട്ടില്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളത്തിന്റെ ഭ്രാന്താലയം മുക്കിലും മൂലയിലും നമുക്ക് കാണേണ്ടി വരും. ഇനി LP സ്കൂളിൽ നമസ്കാര മുറി ഉണ്ടാകും, UP സ്കൂളിൽ നമസ്കാര മുറി ഉണ്ടാകും. ഒരു കാര്യം ചെയ്യും, 7 വയസ്സുള്ള കുട്ടിക്ക് വിവാഹാലോചനയ്ക്ക് വേണ്ടി LP UP സ്കൂളുകളിൽ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ലൈബ്രറി റൂം കൂടി അരങ്ങേറട്ടെ. അത് കഴിഞ്ഞാൽ കോളേജിൽ മുല കൊടുക്കാനുള്ള സൗകര്യവും ചെയ്യാം. പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് മുല കൊടുത്താലും മുലകുടി ബന്ധം സാധുവാകുമെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതല്ല, പെറ്റുകൂട്ടുന്ന ആളുകൾക്ക് 6ാമത്തെ 7ാമത്തെ വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സാഹചര്യവും കൂടി കേരളത്തിൽ അരങ്ങേറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരിപ്പോഴും മതേതരത്വത്തിൽ മുട്ടിലിഴയുകയാണ് എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കരുത് ഈ വിഷയം. ഇവരുടെ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് മതമാണ്. ഈ തലച്ചോറിനകത്ത് മതവും പേറി ഇവര് പഠിച്ച് ഏതൊക്കെ നിലകളിൽ എത്തിയാലും ഏത് രൂപത്തിലാകുമെന്ന് ആലോചിച്ച് നോക്കാം. ഈ മുസ്ലിം കുട്ടികൾ പഠിച്ച് അഡ്വക്കേറ്റുമാരായി അവർ ജഡ്ജായി വരുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന കേസുകൾ ഏത് രൂപത്തിലായിരിക്കും ഇവർ വിധിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. തട്ടമിട്ട ഉമ്മച്ചി കുട്ടികൾ നിരന്നിരിക്കുന്ന ജഡ്ജിംഗ് പാനലുകളിലേക്ക് നമ്മുടെ ജാമ്യാപേക്ഷകൾ വന്നാൽ, നമ്മുടെ കേസുകൾ വന്നാൽ ഇവരേത് രൂപത്തിൽ അതിനെ കാണുമെന്നൊക്കെ ഞാൻ ഹൈക്കോടതിയിൽ ഒരുപാട് സിറ്റിങ്ങുകൾക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. മുമ്പ് ജഡ്ജിന് താല്പര്യമില്ല, ജാമ്യം നൽകുന്ന വിഷയത്തിൽ പറയുന്നതാണ്, ജഡ്ജിന് താല്പര്യമില്ല. അവരുടെ മാനസികാവസ്ഥ പ്രശ്നമാണ്, ഇവരുടെ മതം പ്രശ്നമാണ്, അവരുടെ രാഷ്ട്രീയം പ്രശ്നമാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണ്ടേ? അവർക്കിത് മതേതര നാടാണ് എന്ന് വിശ്വസിക്കാൻ പറ്റണ്ടേ? ഇന്ന് നിർമ്മല കോളേജ് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. ഇവിടെ വിജയിച്ചാൽ കേരളത്തിലെ എല്ലാ കോളേജുകളിലും നമസ്കാര റൂം തുറക്കപ്പെടും. ഇതൊരു നിർമ്മല കോളേജിലെ വിഷയമോ 1-2 മുസ്ലിം പെൺകുട്ടികളുടെ മാത്രം വിഷയമോ ആണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. അല്ല അല്ല, ഇത് ഒരു പൊതുവിഷയമാണ്, ഇത് ഇവരുടെ മതവിഷയമാണ്. നോക്കുക, ആ സ്ഥാപനത്തിന്റെ അധികൃതർ തന്നെ നമുക്ക് പല വിഷയങ്ങളും പറഞ്ഞു വെച്ച് തരുന്നുണ്ട്. അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മുസ്ലിം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാര സ്ഥലം അനുവദിക്കണമെന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. നിസ്കരിക്കാൻ കോളേജിന് സമീപം പള്ളി ഉണ്ടായിട്ടും കോളേജിൽ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഓട്ടോണോമസ് കോളേജാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ, ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ജിജീഷിലേക്കാണ് പോകുന്നത്. ജിജീഷ്, കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോയത്. ആ സമയത്തും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം, ഇവിടെ തെറിവിളിയും കമന്റുമായി വരുന്ന ആളുകളോട് പറയാനുള്ളത്, നമസ്കരിച്ചതല്ല തെറ്റ്, നമസ്കരിക്കണം എന്നാവശ്യപ്പെട്ടതല്ല തെറ്റ്.
ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ ഒരു പള്ളി മുറി തുറന്ന് അതിനകത്ത് നമസ്കരിച്ചാലേ നമസ്കാരം ശരിയാകൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആ സ്ഥാപനത്തിൽ നിന്ന് 1 മിനിറ്റ് പോലും നടക്കണ്ട ആ പള്ളിയുണ്ട്, 1 മിനിറ്റ് പോലും നടക്കണ്ട ഇവരുടെ തന്നെ ഹോസ്റ്റലുണ്ട് കോളേജിനോട് ചേർന്ന്. അവിടെ ഒന്നും ചെയ്യാതെ ഈ സ്ഥാപനത്തിൽ ഇവർക്കായി മാത്രം ഒരു നമസ്കാര റൂം തുറക്കണം, അതിനകത്ത് തന്നെ നമസ്കരിക്കണം. പ്രതിഷേധ പരിപാടികളുമായി ഇവർ മുന്നോട്ട് പോയി. പ്രിൻസിപ്പളിനെ മണിക്കൂറുകളോളം ഇവർ തടഞ്ഞു വെച്ചു. എന്തിന്? ഒരു ആവശ്യം പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണോ ഒരു സ്ഥാപനത്തില്? ഇത്തരത്തിൽ ക്ലാസ് മുറികൾക്കകത്ത് റിലീജിയസ് പ്രാക്ടീസ് നടത്താനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു നിയമപരമായി എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ദേവിക, ആ ഒരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. കാരണം കലാലയങ്ങളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അത് അവിടെ മതപരമായ വേർതിരിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത സമുദായങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ പരിഗണനയോ ഒന്നും തന്നെ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലാണ് ഈ ഒരു ആവശ്യം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അവിടെ നിസ്കരിക്കാൻ തങ്ങൾക്ക് സ്ഥലം വേണം, അതിന് ക്ലാസ് മുറിക്കകത്തോ അല്ലെങ്കിൽ കോളേജിന്റെ തന്നെ ഒരു ഭാഗത്തോ മറ്റൊരു നിർമ്മല കോളേജിന്റെ ഒരു ഭാഗത്തോ അത്തരം പ്രത്യേക കേന്ദ്രം അനുവദിക്കണം, സ്ഥലം അനുവദിക്കണം എന്ന ഒരു ആവശ്യം ഉയർത്തുന്നത് സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ എതിർപ്പ് ഇക്കാര്യത്തിൽ വിവിധ ക്രൈസ്തവ സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാം ഇക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കലാലയങ്ങൾ, നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കലാലയങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേക ആചാരങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്നിരിക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പാടില്ല എന്നത് കർശനമായ വ്യവസ്ഥയായി നിലനിൽക്കുകയാണ് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന ആവശ്യം ഉയർത്തുന്നത്. മാത്രമല്ല 200 മീറ്റർ മാത്രം അകലെ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലമുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരം ഒരു ആവശ്യം ഉയർത്തിയിരിക്കുന്നത് എന്നാണ് കോളേജ് മാനേജ്മെന്റും പ്രിൻസിപ്പളും എല്ലാം പറയുന്നത്. ഇന്നലെ മണിക്കൂറുകളോളമായിരുന്നു ഈ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചത്. വിദ്യാർത്ഥികൾ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ SFI അതിനോടൊപ്പം ചേർന്ന് SFI അത്തരം ഒരു ആവശ്യം ഉയർത്തുന്നു. അങ്ങനെ ഈ ഒരു ആവശ്യം എങ്ങനെയും നിർമ്മല കോളേജിലെന്നല്ല കേരളത്തിലെ ഒരു രൂപത്തിലുള്ള കലാലയത്തിലും ഇത്തരം ഒരു മത ആവശ്യം കുട്ടികൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കലായി പോകും. ഒരു മതവിഭാഗത്തിനു മാത്രം അവർ പ്രകോപിതരാണ് എന്നുള്ളത് കൊണ്ട്, അവരുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടും എന്നുള്ളത് കൊണ്ട് ഇത്തരം വിഷയങ്ങൾ അവർക്ക് ആവർത്തിച്ചു കൊടുത്താൽ ഇന്ന് ഈ ആവശ്യം പറയും, നാളെ മറ്റൊരാവശ്യവുമായി അവർ വരും. നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കടുത്ത സമ്മർദ്ദം തന്നെയായിരുന്നു കോളേജ് മാനേജ്മെന്റിന് മുന്നിലും ഒപ്പം തന്നെ പ്രിൻസിപ്പലിന് മുന്നിലുമായി വിദ്യാർത്ഥികൾ വെച്ചത്. എന്നാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ആലോചിക്കണം. ഇവർ ഇതേ ആവശ്യം ഉന്നയിച്ച് ഏതെങ്കിലും ഒരു പള്ളി മഹല്ല് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഇവര് മാർച്ച് നടത്തുമോ? ഏതെങ്കിലും പള്ളി സെക്രട്ടറിയുടെ വീടിന് മുമ്പിൽ ഇവർ വാഴയിലയിൽ റീത്ത് സമർപ്പിക്കുമോ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് മുസ്ലിം പള്ളിയിൽ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് ഇവര് പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുമോ? ഇവര് ധർണ നടത്തുമോ? ഇല്ല. കാരണം എന്താ? അവിടെ മതമാണ്. ഞങ്ങൾക്ക് മത നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാനേ പറ്റൂ. ഈ സ്ഥാപനം തികച്ചും മതേതരമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിക്ക് പോലും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. പള്ളിയിൽ പോയി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവർ സംസാരിക്കണം. ഞങ്ങളുടെ വിവാഹങ്ങൾക്ക് ഞങ്ങൾക്ക് പള്ളിയിൽ പ്രാതിനിധ്യം വേണമെന്ന് പറയണം. വാപ്പ മരിച്ചാൽ പള്ളിക്കാട്ടിലേക്ക് കയറി വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണമെന്ന് പറയണം. ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളല്ലോ കേട്ടോ. മാതാപിതാക്കളുടെ മരണാനന്തര കർമ്മങ്ങളിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറയണം. ധൈര്യമുണ്ടോ? ഇല്ല. കഴിയില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആവശ്യം ഉയർത്തിയിട്ടുള്ള വിദ്യാർത്ഥികളോട് തങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന് പറയുന്ന പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളോട് ഒരു ചർച്ച മാനേജ്മെന്റ് വെച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി തങ്ങൾ ഇക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഒരു കാരണവശാലും കോളേജിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം അനുവദിക്കാൻ കഴിയില്ല. അതൊരു തെറ്റായ കീഴ്വഴക്കമായി മാറും. അത്തരം ഒരു തെറ്റായ കീഴ്വഴക്കത്തിന് ഒരു കാരണവശാലും തുടക്കമില്ല എന്ന കീഴ്വഴക്കം മാത്രമല്ല, ഇനി എന്തെന്നറിയാമോ? ഇനി ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളില് മുസ്ലിം കുട്ടികൾ വരുമ്പോൾ അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞ് അവരിവരെ കണ്ടം വഴി ഓടിക്കുന്ന സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വരെ സാരമായി ബാധിക്കുന്ന രൂപത്തിലാണ് ഇവരിപ്പോൾ ഈ കുട്ടികളെ ഇളക്കി വിടുന്നത്. കുട്ടികൾ ഇത് അറിയുന്നില്ല. കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിൽ സാമുദായിക പീഡനം, മതപീഡനമെല്ലാം തന്നെ
ഇത് പലപ്പോഴും ഒരു മതവിഭാഗത്തിന്റെ മാത്രം വികാരമല്ല. ഇവിടെ വർക്കൗട്ട് ആകുന്നത് എന്താണെന്ന് അറിയാമോ? മതമാണ്. ഇവരെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞതുപോലെ മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നം. അതെ, ഇവരുടെ സിരകളിലൂടെ ഓടുന്നത് മതമാണ്. അതുകൊണ്ടാണ് അവയവദാനത്തിന്, എല്ലാ തരത്തിലുള്ള പുരോഗമനത്തിനും ഇവരെതിരാണ്. ഇൻകമിങ് ഒക്കെയാണ്, ഏവന്റെ വേണമെങ്കിലും കണ്ണും മൂക്കും എടുത്ത് നമുക്ക് വയ്ക്കാം. നമ്മളത് കൊണ്ടാ ഒരുത്തനും ഒരു കാഫിറുകളും അത്ര സുഖമായിട്ട് ജീവിക്കണ്ട. കൃത്യമായ കാര്യങ്ങൾ വിവിധ സമുദായ സംഘടനാ നേതാക്കൾ തുറന്നു പറയാനെല്ലാം തന്നെ തയ്യാറാകുന്ന ഘട്ടത്തിലാണ് ആവർത്തിച്ച് ഇത്തരം ആവശ്യങ്ങളുമായി വിദ്യാർത്ഥികൾ രംഗത്ത്, ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നത്. നേരത്തെയും പല കോളേജുകളിലും ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം തന്നെ എതിർപ്പുകൾ ഉയരുന്ന ഒരു ഇനിയിപ്പോ കോളേജുകളിൽ നമസ്കരിക്കാൻ മാത്രമല്ല റൂം, മറ്റു പലതിനും വേണമെന്ന് പറയും. കാസർഗോഡ് കോളേജിലെ പ്രിൻസിപ്പൽ നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞു. ഉച്ച സമയത്ത് ടീച്ചറിനെ പോയി ഓഫീസ് റൂമിൽ പോയിട്ട് വിളിക്കുക, ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങളുടെ കലാലയത്തിലേക്ക് വരാൻ. ഒടുവിൽ ആ ടീച്ചർക്ക് ജോലി പോലും നഷ്ടപ്പെട്ടു, പെൻഷൻ പോലും നഷ്ടപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? ഇവരുടെ രീതികളെ എതിർത്തതിന്റെ പേരിൽ. കാരണം രാഷ്ട്രീയ സംഘടനയല്ലേ, തലത്തിൽ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം പിന്തുണക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർത്തപ്പെടുന്നത് എന്നത് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കാസ അടക്കമുള്ള സംഘടന ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ഇത് ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ വിവിധ മതങ്ങൾ വസിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതരാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല. അത്തരം ആവശ്യങ്ങൾ ഉയർത്താൻ കഴിയില്ല, അത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രധാന. ഇതൊക്കെ തുടക്കം മാത്രമാണ്. ക്രമേണ ഹലാലുകൾ വരും, ഹിജാബുകൾ വരും, തൊപ്പികൾ വരും, തലപ്പാവുകൾ വരും. അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സാക്കിർ നായിക്കിനെ പോലെ ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ ഭീകരന്മാർ വരും ആ സ്ഥാപനത്തിൽ. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതല്ലേ. ും ഈ സംഘടനകൾ കാസയും ഹിന്ദു ഐക്യവേദിയും വിശുദ്ധ പരിശുദ്ധം എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇവിടെ കോളേജ് മാനേജ്മെന്റും വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഇത്തരമൊരു സമ്മർദ്ദം അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കാനോ നിർവാഹമില്ല. അത് ഏത് തരത്തിലുള്ള സമരത്തിലേക്ക് പോയി കഴിഞ്ഞാലും അതല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങളിലേക്ക് മാറിയാലും ശരി തങ്ങളുടെ നിലപാടിൽ തന്നെയായിരിക്കും ഉറച്ചു നിൽക്കുക. അതിനൊരു മാറ്റവുമില്ല. തൊട്ടപ്പുറത്ത് പള്ളി മോസ്കിൽ പോയി നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല കുട്ടികൾ പള്ളിയിലെ മോസ്കിൽ പോയി നിസ്കരിച്ച ശേഷം തിരിച്ചു വരാൻ അല്പം വൈകിയാൽ പോലും കോളേജിന്റെ ഈ മുസ്ലിം തീവ്രവാദത്തെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയും അവരെ ഭയപ്പെട്ടും അന്ന് ജോസഫ് മാഷിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇവര് ചിന്തിച്ചില്ല. അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തപ്പോൾ ഇത് ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നും വേറെ അതിന് പിന്നാലെ വരുമെന്നും ചിന്തിക്കാൻ സാധിക്കാതെ പോയി. അന്ന് ആ മനുഷ്യനെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക്, മുസ്ലിം തീവ്രവാദികൾക്ക് എറിഞ്ഞുകൊടുത്തു. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കയ്യോ കാലോ തലയോ എന്ത് വേണമെങ്കിലും വെട്ടിക്കോ, കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വെട്ടിക്കോ. അപ്പൊ പൂഞ്ഞാറ് വിഷയം വന്നില്ലേ, ഇനിയും വരും. ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും അക്കാര്യത്തിൽ ഉണ്ടാകാറില്ല, നടപടികൾ ഉണ്ടാകാറില്ല. മറിച്ച് അതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് പിന്തുടരാറുള്ളത് ഈ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിൽ നിസ്കാരത്തിനുള്ള സൗകര്യമൊരുക്കണം, അതിനുള്ള പ്രത്യേക ഭാഗം തയ്യാറാക്കി നൽകണം എന്നെല്ലാം പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ഈ ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം എന്താണെന്നറിയാമോ? മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായി തീരുന്നതുവരെ നിങ്ങൾ റെസ്റ്റ് എടുക്കല്ലേ, അതിനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ യുദ്ധം തുടരണ്ടേ ഒരു മാർഗത്തിലും തന്നെയാണ് വഴിവെക്കുന്നത്. ഇത്തരത്തിലുള്ള ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണിത്. എന്നാൽ പോലും നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലെ നിയമസാധ്യതയാണ്. കാരണം കോളേജുകളിലാകട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകട്ടെ, ഇത്തരത്തിൽ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം, അല്ലെങ്കിൽ എന്ത് മത
ആചാരങ്ങളിലും വിശ്വസിക്കാം എന്നുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഏതാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം മതം എവിടെയൊക്കെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായ ഒരു നിലപാടിലോട്ട് തന്നെ പോകണം. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ്. അത്തരത്തിലൊരു രാജ്യത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ക്ലാസ് മുറികളിൽ നിസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ അനുവദിച്ചു തരണം. അല്ലെങ്കിൽ PC ജോർജ് അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് നമുക്ക് കോളേജിൽ അമ്പലം പണിതു തരണം അല്ലെങ്കിൽ ചർച്ച് പണിതു തരണം എന്നുള്ള വാശിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിലവിലുള്ള മതസൗഹാർദ്ദത്തെ തകർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ പോലും നമ്മൾ ഇതിൽ നോക്കി വരുന്നത് നിയമപരമായ ഇതിനുള്ള സാധ്യതയാണ്. ഇത്തരം പ്രതിഷേധങ്ങളുമായി ഒരു വിഭാഗം മുന്നോട്ട് വരുമ്പോൾ അതിനുള്ള നിയമസാധ്യത അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ നിയമപരമായി അതിലൊരു സാധ്യത കാണാതെ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ മതപരമായ താല്പര്യങ്ങൾ മാത്രം മുന്നോട്ട് നിരത്തിക്കൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇതിൽ നിയമപരമായി എന്ത് സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ നിയമം ഇത്തരം റിലീജിയസ് പ്രാക്ടീസ് ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്നുണ്ടോ? ഭാരതത്തിൽ ഏതോ മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിന്റെ ആചാരങ്ങൾ പാലിക്കുന്നതിനുമുള്ള അവകാശം നിലനിൽക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ആചാരങ്ങൾ അതിന്റെ മതപരമായ ചിഹ്നങ്ങൾ എത്രത്തോളം ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചാ മാസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതിയിൽ പോലും നടന്നിരുന്നു. പ്രത്യേകിച്ച് കർണാടകയിൽ BJP ഭരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ട് മറ്റ് മതചിഹ്നങ്ങൾ ഒഴിവാക്കുന്ന ഒരു തീരുമാനം അവിടെ സർക്കാർ തലത്തിൽ കൊണ്ടുവന്നിരുന്നു. അതിന്റെ നിയമ നടപടികൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വരെ എത്തുമ്പോഴും സുപ്രീം കോടതി പോലും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതചിഹ്നം പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മത ആചാരങ്ങൾ പിന്തുടരുന്നതിന് പ്രസക്തിയുണ്ട് എന്നൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിർമ്മല കോളേജിലാണെങ്കിലും കഴിഞ്ഞ ദിവസം അവിടെ നിസ്കരിക്കുന്നതിന് സ്ഥലം അനുവദിച്ച് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതിഷേധം, മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, അത് നിലവിൽ ദേശീയ തലത്തിലും ചർച്ചയാവുകയാണ്. നിരവധി ദേശീയ മാധ്യമങ്ങളും ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ഇന്ന് വാർത്തയാക്കിയിട്ടുണ്ട്. ഒപ്പം പല മാധ്യമങ്ങളും പല ദേശീയവാദികളും കഴിഞ്ഞ ദിവസം ജനൻ TV പുറത്തുവിട്ടിട്ടുള്ള വാർത്തയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ദേശീയ തലത്തിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ദേവിക ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ആചാരങ്ങൾക്ക് അതിന്റെ മതചിഹ്നങ്ങൾ കൊണ്ടുവരുന്നതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്, അതിന് എത്രത്തോളം നിയമസാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണ്ടത് എന്ന വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രശ്നമുണ്ടായിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിൽ അവർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനുള്ള മറുപടി കോളേജ് തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നിസ്കരിക്കുന്നതിന് അത് തൊട്ടടുത്തുള്ള മസ്ജിദിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, അല്ലെങ്കിൽ അത് ഒരുക്കിത്തരാൻ മസ്ജിദ് കമ്മിറ്റിയും മുസ്ലിം പണ്ഡിതന്മാരും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനുള്ള അവസരം നൽകുകയും. അല്ലേ, ഇവിടെ അടുത്തൊരു ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്, അവിടെ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം വേണം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്റെ അടുത്ത് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമുള്ളത്. ശരി, എന്നാ പിന്നെ നമ്മുടെ പള്ളിയിൽ, നമ്മുടെ മസ്ജിദിൽ പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാം. അതല്ലേ വേണ്ടത്? ആ പള്ളി എന്ന് പറയുന്നത് നമസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥാപനമാണ്. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ ആദ്യം അവരുടെ ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് പള്ളിയിലെ മഹല്ല് കമ്മിറ്റിയോടായിരുന്നില്ലേ? കാരണം അവർക്കും ദൗത്യമുണ്ടല്ലോ. ഈ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരണമെങ്കിൽ അവർക്കും ഈ മതം വളർത്തിയല്ലേ പറ്റൂ. ഇസ്ലാം ഭൂരിപക്ഷമാകണ്ടേ? ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതമില്ലാത്തവരെയും ഇല്ലാതാക്കി ഈ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീരണമെങ്കിൽ, നമ്മുടെ അള്ളാഹുവിന്റെ ഭരണം വരണമെങ്കിൽ, അള്ളാഹുവും അവന്റെ റസൂലും എന്താണോ അനുവദിച്ചു നൽകിയത് അത് ചെയ്യാനും എന്താണോ നിരാകരിച്ചത് അതിനെ ഒഴിവാക്കാനും സാധിക്കണമെങ്കിൽ ഇസ്ലാം നിലനിൽക്കണ്ടേ, ഭൂരിപക്ഷമാകണ്ടേ? ഈ മുസ്ലിം കുട്ടികൾക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുത്താൽ അവര് പിന്നെ കുറച്ച് ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും ഒക്കെ വലിച്ച് മതം മാറ്റി നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരത്തില്ലേ? ഖുർആനിലുള്ള വ്യക്തമായ ആശയങ്ങൾ, നിലപാടുകൾ, കൽപ്പനകളാണ് ഇവര് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവര് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളില്ലാത്ത നാട്ടിലേക്ക് നിങ്ങൾ ഹിജ്റ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൃഷിയിടങ്ങളാണല്ലോ. ഇവളുമാര് കിടക്കണം, ഇവന്മാര് കലപ്പയുമായിട്ട് കൃഷി ചെയ്യാൻ ഇറങ്ങും. അങ്ങനെ ബയോളജിക്കലി നമുക്ക് പെരുകാം. എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്നത്? ഇവരൊക്കെ അവിടേക്ക് ചേക്കേറി അവിടെയൊക്കെ ഒരിക്കലും കൂട്ടത്തോടുകൂടി പ്രവേശിക്കാൻ പറ്റില്ല. അവർക്കറിയാം നമ്മൾ കുറച്ച് ചെല്ലുക, പിന്നീട് നമ്മുടെ കൃഷിയിടം വിശാലമാക്കുക, അങ്ങനെ പെരുകുക. അങ്ങനെ അവരേതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങൾ പിടിച്ചെടുത്തു. സിറിയയിൽ ഒരു ആഭ്യന്തര കലാപം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ നടപ്പിലാക്കി.
സിറിയയിൽ കലാപമാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പലസ്തീനിൽ അങ്ങനെ നടപ്പിലാക്കി, അഫ്ഗാനിൽ നടപ്പിലാക്കി, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് കുറെ ആളുകളെ തന്ത്രപൂർവ്വം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിടുന്നു. അമേരിക്ക ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ ഇവരുടെ ഈ മതതന്ത്രത്തിൽ വീണുപോയിട്ടുണ്ട്. യൂറോപ്പ് മുസ്ലിങ്ങൾ അഭയാർത്ഥികളെ മനുഷ്യരാണ് എന്ന രൂപത്തിൽ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചു. പല രാജ്യങ്ങളും ഇവർക്ക് പൗരത്വം നൽകി, ഇവർക്ക് ജോലി നൽകി, ഇവർക്ക് യൂറോ നൽകി, ഇവർക്ക് ഭാഷ പഠിക്കാൻ സൗജന്യമായ കോച്ചിങ്ങുകൾ നൽകി, പള്ളികൾ നൽകി, മസ്ജിദുകൾ നൽകി, ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകി, ഇതെല്ലാം നൽകി. യൂറോപ്പിലെ ഇവർക്ക് ഏതാണ്ട് പൗരത്വം ഭൂരിപക്ഷമായ സമയത്ത് സിറിയ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ ഈ മതതീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങൾ അവിടെയുള്ള ജനങ്ങളെ മതപരമായി ഇവരുടെ രീതികൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അവിടെയുള്ള ആളുകൾ ബിക്കിനി ഇടുന്നു, പറ്റില്ല, ഹിജാബ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങിയാൽ മതി. പാർക്കുകളിൽ മുസ്ലിം പെൺകുട്ടികൾ മാത്രം ഹിജാബ് ഇട്ട് വരുന്നു, മറ്റവർ അങ്ങനെയല്ലാതെ വരുന്നു, പറ്റില്ല. അങ്ങനെ ഇവരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു, ബോംബുകൾ വർഷിച്ചു, ഇരുമ്പ് നിക്കറിട്ടവർക്കിടയിലേക്ക് കയറി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന വലിയ വസ്തുതകൾ ഇവിടെയുണ്ട്. സിറിയ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്കും ചേക്കേറിയ ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തെരഞ്ഞെടുത്തില്ല എന്ന് നമ്മുടെ ചിന്തയിൽ ഉണ്ടായിക്കോട്ടെ. എന്തുകൊണ്ടാണ് ഇവരെ മുസ്ലിം രാജ്യങ്ങൾ ഇവർക്ക് അഭയം കൊടുക്കാത്തത് എന്നത് ചിന്തയിൽ ഉണ്ടായിക്കോട്ടെ. അവരെ സംരക്ഷിക്കാൻ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്തുകൊണ്ട് മുൻകൈയെടുത്തില്ല? എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ അതിന് തയ്യാറായില്ല? ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ വളർത്തുക എന്നതാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയാൽ ഇനി ഇസ്ലാമിനെ വളർത്തേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ലാത്ത രാജ്യങ്ങളിലേക്ക് ഇത്തരം അഭയാർത്ഥികളായി നുഴഞ്ഞു കയറുക, ഇതിവരുടെ മതതന്ത്രമാണ്. അമേരിക്ക, ജർമ്മനിക്കൊക്കെ ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പോളണ്ട് പറഞ്ഞത് ഒരുപാട് ആളുകളെ അഭയാർത്ഥികളായി ഞങ്ങൾ സ്വീകരിച്ചു, ഒറ്റ മുറിയനെ പോലും സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമുണ്ട്. കാരണം മനസ്സിലായ ഇതൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ടകളാണ്. SDPIക്കാരെയും പോപ്പുലർ ഫ്രണ്ടുകാരെയും മാത്രം ഈ മതതീവ്രവാദികളാണ് എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. ഓരോ ജിഹാദികളുടെ ഉള്ളിലും ഈ ആശയമുണ്ട്. മുസ്ലിം അവർക്ക് അങ്ങനെ ഒരു വർണ്ണവെറി, വർഗവെറിയുണ്ട്. ഇവര് ജനാധിപത്യം ഇവർക്കെതിരാണ്. ഇവര് ജനാധിപത്യത്തിനെതിരായിട്ട് നിൽക്കുന്നവരാണ്. ഇവർക്ക് മതേതരത്വമില്ല, ദേശീയതയില്ല, സമത്വ ബോധമില്ല, മതസൗഹാർദ്ദമില്ല, മനുഷ്യ സൗഹാർദ്ദമില്ല. ഇവര് മാനവികതയെ കുറിച്ചിട്ടൊക്കെ വാചാലരാകും അതാത് വേദികളിൽ മാത്രം. ഇവരെ ഇന്ത്യയുടെ ഒരു നേട്ടത്തെയും ഇവർ അംഗീകരിക്കില്ല. കണ്ടില്ലേ, കാർഗിൽ വിഷയത്തെ അനുമോദിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചപ്പോൾ പർവേസ് മുഷറഫിന്റെ അനുസ്മരണം. പർവേസ് മുഷറഫ് ഇവന്റെയൊക്കെ ആരാ? കൊച്ചാപ്പായ. ഇന്ത്യയുടെ കോട്ടങ്ങളെയാണ് ഇവർ പെരുപ്പിച്ച് കാണാൻ ശ്രമിക്കുന്നത്. സംഘികളെ വിമർശിക്കാൻ എന്ന പേരിൽ ഇവർ ഹൈന്ദവരെ മുഴുവനും വിമർശിക്കും. പിഴച്ചുപെറ്റ യേശു എന്ന സന്തതി എന്നൊരു മുസ്ലിം പുരോഹിതൻ പറഞ്ഞത് കേട്ടില്ലേ? ആ വ്യാജേന ഇവർ മുഴുവൻ ക്രിസ്ത്യാനികളെയും ആക്ഷേപിക്കുന്നു. ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള അജണ്ടകളാണ് ഇവർ നടപ്പിലാക്കുന്നത്. കേരളത്തില് ഇവര് പറയുന്നത് ഇവര് ഭയങ്കരമായ പുരോഗമനവാദികളാണെന്നാ. പക്ഷേ ഇവരുടെ പുരോഗമനം ഏതുവരെ എന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. വേണ്ടത് അതില്ലാത്തോളം വിദ്യാലയത്തിനകത്ത് നിശ്ചയിക്കാനുള്ള സ്ഥലം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അനാവശ്യമാണ് എന്നുള്ളതാണ് ആ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിയമപരമായി പരിശോധിക്കുമ്പോൾ നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നതും ഈ ഒരു കർണാടക കേസുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതചിഹ്നങ്ങൾക്കപ്പുറം യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ട് ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അന്ന് BJP ഭരിക്കുന്ന സമയത്ത് ഉത്തരവിട്ടിരുന്നു. അതിനെതിരെ മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതി വരെ പോയെങ്കിലും അത് റദ്ദാക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോമിനും ഒപ്പം അക്കാദമിക് കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന നിരീക്ഷണം തന്നെയായിരുന്നു സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരിനിയും പഠിക്കാനുണ്ട് ഒരുപാട്. ജോസഫ് മാഷിന്റെ കുടുംബത്തോട് ഇവര് ചെയ്തത് എണ്ണി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പിന്നീട് പാലാ ബിഷപ്പിന്റെ കാര്യം വന്നപ്പോൾ ഇവർ ഒരുമിച്ച് നിന്നു, പാഠം പഠിച്ചു. പൂഞ്ഞാർ വിഷയത്തില് ആ സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച വിഷയത്തിൽ ഇവർ ഒരുമിച്ച് നിന്നു, പാഠം പഠിച്ചിട്ടുണ്ട്.
വിഷയമായി ഉയർത്തുന്ന അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ നിയമപരമായി തീർത്തും തെറ്റാണ് എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. വിദ്യാലയങ്ങളിലേക്ക് മതപരമായ ചിഹ്നങ്ങളും ആചാരങ്ങളും കൊണ്ടുവരുന്നതിൽ എത്രത്തോളം ഭാരതം മതനിരപേക്ഷതയുടെ രാജ്യമാണ് അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ രാജ്യമാണ് എന്ന് പറയുമ്പോഴും അതിന് അതിന്റേതായ ഇടങ്ങളുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ക്ലാസ് മുറികളിൽ ഇങ്ങനെ നമ്മളൊക്കെ ക്ലാസ് മുറികളിൽ പോയിരുന്നത് നമുക്ക് പാഠപുസ്തകം കിട്ടിയില്ല, ടീച്ചർ വന്നില്ല, പ്രിൻസിപ്പൾ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ പോയിട്ടുള്ളത് അതിനു വേണ്ടിയായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മതം, ജാതി ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ആ രൂപത്തിൽ ഒരു സമരവും നമ്മുടെ കാലഘട്ടത്തിൽ കോളേജുകളിലോ സ്കൂളുകളിലോ പ്രകടിപ്പിച്ചിരുന്നുമില്ല. പാടില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് BJP നേതാക്കൾ അടക്കം കടക്കുന്നു എന്നും കൂടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ PC ജോർജ് പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, പള്ളികൾ ഉണ്ട്. കാരണം ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ചുറ്റും പള്ളികൾ നിരവധിയായിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളികൾക്ക് സമീപം പല പള്ളികളും ഉണ്ടായിട്ടും ഇവർക്ക് ഗുദംബൊക്കെ ഉച്ചയും കുത്തി മറിയാൻ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് തന്നെ ഒരു പള്ളി റൂം തുറക്കണം എന്നത് അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊരിക്കലും ഇവർക്ക് നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ല. തന്നെ ഇത്തരം നിസ്കാര മുറികൾ ഒരുക്കി കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത്തരം മത നേതാക്കൾ സംഘടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ സ്ഥാപനത്തോടനുബന്ധിച്ചിട്ട് 3ഓളം പള്ളികൾ 50-100 മീറ്ററിനകത്തുണ്ടെങ്കിൽ അവര് വിചാരിച്ചാൽ തീർച്ചയായിട്ടും മുസ്ലിം പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ ഒരു സൗകര്യം അവരുടെ പള്ളിക്കകത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ എന്തിനാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ പള്ളി തുറക്കണമെന്ന് പറയുന്നത്, പള്ളി റൂം തുറക്കണമെന്ന് പറയുന്നത്? ക്രമേണ ഉസ്താദ് പറഞ്ഞതുപോലെ 150 കുട്ടികളെ കൂട്ടി ആ കലാലയത്തിനകത്ത് തന്നെ ഒരു മുസ്ലിം പള്ളി തുറന്നാൽ ആഹാ, നമ്മുടെ ലക്ഷ്യം പൂവണിഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ദൗത്യവാഹകരല്ലേ നമ്മള്. ക്ലാസ് മുറികൾ ഇത്തരം മതപരമായ ചില പ്രാക്ടീസുകൾക്ക് വേണ്ടി വിട്ടു നൽകുന്നത് ശരിയായ ഒരു കാര്യമല്ല. പക്ഷേ ഇന്നലെ നടന്ന സംഭവം പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചുകൊണ്ട് നടന്ന പ്രതിഷേധത്തിന് പിന്നിൽ വിഘടനവാദികൾ ഉണ്ടെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ദേവിക, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അതായത് PC ജോർജ് ആണെങ്കിലും മറ്റ് ക്രൈസ്തവ സംഘടനകളാണെങ്കിലും എല്ലാം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ 200 മീറ്റർ അകലത്തിൽ മാത്രം, വെറും 200 മീറ്റർ അകലത്തിൽ മോസ്ക് ഉണ്ട്. അവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ തുല്യതയില്ലാത്തതിന്റെ അല്ലെങ്കിൽ അവിടെ എല്ലാവരെയും പെൺകുട്ടികളെ അടക്കം സ്ത്രീകളെ അടക്കം ഒരുമിച്ച് നിസ്കരിക്കാൻ അനുവദിക്കാത്തതിന്റെ അല്ലെങ്കിൽ അവരുടെ നിസ്കാര സാഹചര്യങ്ങൾ ഒരുക്കാത്തതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. അവിടെ നിസ്കാര സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ആ മോസ്കിൽ നിസ്കാര സൗകര്യം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഇത്തരം ഒരു ആവശ്യം ഉയർത്തില്ലായിരുന്നു. അത് മാത്രമല്ല ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നിസ്കാരത്തിനായി പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ഒരു ആവശ്യം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഉയർത്തുമ്പോൾ മറ്റു മത വിഭാഗക്കാരായ ആളുകളുണ്ട്. അവരുടെ മതപരമായ കാര്യങ്ങൾ, ചടങ്ങുകൾക്കായി സ്ഥലങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം സ്വാഭാവികമായും ഉയർന്നു വന്നാൽ കോളേജ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ കോളേജ് അധികൃതരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. സ്വാഭാവികമായും തങ്ങൾക്ക് പൂജകൾ നടത്തണം, അവിടെ ഇതിന്റെ ഭാഗമായ ഒരു ഭാഗത്ത് പൂജ നടത്താൻ അനുവദിക്കണം, അവിടെ പ്രതിഷ്ഠ നടത്തണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ ബാഹ്യമായ ഒരു ഐക്യം ഈ കേരളക്കരയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ ചൂഷണം ചെയ്തിട്ടാണ് ഇവരുടെ മതത്തെ ഓരോരോ കലാലയങ്ങളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഹിജാബിന് വേണ്ടിയും ഇനി മുല കൊടുക്കാൻ ഒരു റൂം വേണം, പെണ്ണ് കാണാൻ വേറൊരു റൂം വേണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇനിയും കാണാൻ പറ്റും. LKG UKG കുട്ടികളെ മുൻനിർത്തി 6ാമത്തെ വയസ്സിൽ ഭാര്യയാകാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ മതമനുസരിച്ച് ഞങ്ങളുടെ ഉമ്മയായ ആയിഷ 6ാമത്തെ വയസ്സിൽ വിവാഹിതയായ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് LKG UKG കുട്ടികളെ മുൻനിർത്തി ഒരു പ്രകടനം കൂടി നമ്മുടെ നാട് കാണാനുണ്ട്. രംഗത്ത് വരികയും അതേ സാഹചര്യത്തിൽ അവിടെ കുരിശ് സ്ഥാപിച്ചുകൊണ്ട് സ്ഥിരം പ്രാർത്ഥനയ്ക്കുള്ള ഒരു സൗകര്യം ആ കോളേജിനോട് അനുബന്ധമായി അനുവദിക്കണമെന്ന ഒരു ആവശ്യം ക്രൈസ്തവ വിശ്വാസികളും എല്ലാം തന്നെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ആ കലാലയം എന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ആരാധനാലയങ്ങളുടെ ഒരു കൂട്ടമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കേന്ദ്രമായി ഈ കലാലയങ്ങൾ മാറും. സ്വാഭാവികമായും കലാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള മതവിവേചനം പാടില്ല, മതചിന്തകൾ പാടില്ല, രാഷ്ട്രീയ ചിന്തകൾക്കും മതചിന്തകൾക്കും അപ്പുറം രാഷ്ട്രീയമായ ആശയങ്ങളുണ്ട്, ആശയ പ്രചരണങ്ങളുണ്ട് എന്ന ഘട്ടത്തിൽ പോലും മതപരമായ വിവേചനം ആരോടും കാണിക്കാതെ അല്ലെങ്കിൽ മതപരമായ വർഗീയ കാര്യങ്ങൾ ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥാപനങ്ങളാണ് ഈ കലാലയങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരം ഒരു ആവശ്യം ഉയർത്തപ്പെടുന്നത്. ആരാണ് ഇവർക്ക് പിന്നിൽ എന്ന ഒരു ചോദ്യം തന്നെയാണ് PC ജോർജ് ആണെങ്കിലും മറ്റ് സംഘടനകളെല്ലാം തന്നെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എങ്ങനെ ഇത്തരം ഒരു ആവശ്യം അല്ലെങ്കിൽ ശക്തമായ ആവശ്യം, കടുത്ത ആവശ്യം, തീവ്ര നിലപാടുകളുള്ള ആശയം മുന്നോട്ട് വെക്കാൻ കഴിയുന്നു, ശക്തമായ ആവശ്യമായ അത്തരം പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ബന്ദിയാക്കാൻ കഴിയുന്നു എന്ന ചോദ്യം ഉയർത്തുമ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വളർന്നു വരുന്ന പക്ഷേ ഈ പ്രകടനവുമായി മുമ്പിൽ നിന്ന് കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് NIA അന്വേഷിച്ചാൽ തീഹാർ ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും ഇവരുടെ ആരെങ്കിലും ആണോ എന്നത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു.
സമൂഹത്തിനിടയിൽ പോലും മതപരമായ ചിന്ത വളർത്തിക്കൊണ്ട് ഇത്തരം ആശയ പ്രചരണം നടത്തുന്ന അത് ആര് എന്ന ചോദ്യം കൂടി ഏറ്റവും പ്രസക്തമായി ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അവരെ കൂടി കണ്ടെത്തേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമായി മാറുകയും ചെയ്യുകയാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു കലാലയത്തിന്റെ മാത്രം ഏതെങ്കിലും ഒരു കോളേജിലെ മാത്രം പ്രശ്നമല്ല, മറിച്ച് വിവിധ കോളേജുകളിൽ ഇത്തരം ആവശ്യങ്ങൾ ഇതിന്റെ തുടർച്ചയായി ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായും അവിടെയെല്ലാം തന്നെ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറും. അത് അനുവദിച്ചില്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന കോളേജാണ്, സ്വാഭാവികമായും ഇത്തരം ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ അത് മതചിന്തയുടെ ഭാഗമായി അല്ലെങ്കിൽ ചില മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിനുള്ള എതിർപ്പിന്റെ ഭാഗമാണ് എന്ന് വീക്ഷിക്കപ്പെടാം, ചിന്തിക്കപ്പെടാം. അത് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും വഴിവെക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്വാഭാവികമായും അനുവദിച്ചു കൊടുക്കപ്പെട്ടാൽ മറ്റ് കലാലയങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. അവിടെയാണ് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം. നിർമ്മല കോളേജ് ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ അനുവദിച്ച് കിട്ടിയിട്ട് വേണം പല കോളേജുകളിലേക്കും ഇവർ ഇതേ ആവശ്യവുമായി മുന്നോട്ട് പോകാൻ. പല ഘട്ടങ്ങളിലും അവകാശപ്പെടുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് എല്ലാ ഘട്ടങ്ങളിലും വാദോരാതെ പ്രസംഗിക്കുന്ന SFI പോലുള്ള സംഘടനകൾ ഒരു വിഭാഗത്തിന് വേണ്ടി രംഗത്ത് വരുന്നു. അത്ര കടുത്ത ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ നിന്ന് പിന്മാറില്ല, അത് അനുവദിച്ച് കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റിനെ ആണെങ്കിലും പ്രിൻസിപ്പലിനെ ആണെങ്കിലും എല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധിയുടെ സാഹചര്യം. ഒരു പക്ഷേ പ്രിൻസിപ്പലിന് ആ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ജോസഫ് മാഷിന്റെ വിഷയത്തിൽ ഇന്ന് ഇവരെടുത്ത തീരുമാനം അന്ന് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നാമമാത്രമായി പോലും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നില്ല. വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ട് കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് മാറുന്നു. അവിടെയാണ് കോളേജ്മെന്റ് ശക്തമായ ഒരു നിലപാട് എടുത്തു എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് ചർച്ചകൾ വന്നാലും അല്ലെങ്കിൽ ഏത് തീരുമാനങ്ങൾ വന്നാലും ഏത് സമ്മർദ്ദം വന്നാലും എത്ര ഭീഷണികൾ വന്നാലും ശരി, തങ്ങളുടെ നിലപാട് കലാലയങ്ങളെ മതപഠനത്തിനുള്ള കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾക്കുള്ള കേന്ദ്രമോ ആക്കി മാറ്റേണ്ടതല്ല. അതുകൊണ്ട് തന്നെ നിസ്കാര സ്ഥലം അവിടെ അനുവദിക്കാൻ കഴിയില്ല. അത് കലാലയമായി തന്നെ നിൽക്കും. അവിടെ ക്ലാസ് മുറികളിൽ ക്ലാസുകൾ മാത്രമാണ്, പഠനവുമായി ബന്ധപ്പെട്ട പഠനാവശ്യങ്ങൾ മാത്രമാണ് നിവർത്തിക്കാൻ കഴിയുക. മറ്റ് ആവശ്യങ്ങൾ അവിടെ നടക്കേണ്ടതല്ല എന്ന തീരുമാനം അവർ ആവർത്തിച്ച് പറയുന്നു. അത് തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലടക്കം ഉന്നയിക്കുക എന്ന കാര്യം കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് മറ്റ് കലാലയങ്ങളിലേക്ക് കൂടി ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തപ്പെടാതിരിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ക്രിസ്ത്യാനികൾ പാഠം പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായതായിരുന്നു. തീവ്രമായ കടുത്ത ആവശ്യങ്ങൾ ഉയർത്തപ്പെടുന്നതിന് പിന്നിൽ ആരെ എന്ന് പരിശോധിക്കാനുള്ള ഒരു നടപടികൾ ഇക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ നടത്തുകയും വേണം എന്ന് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട. ഈ സംഭവം നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ മത മേലാളന്മാർ എന്തെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ആവശ്യം തരിക. ശരി, ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുകയാണ്. ജിഷ്ണു, നമ്മൾ നേരത്തെ പറഞ്ഞ നിർത്തിയെടുത്ത് ഇന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത്തരം അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് എന്തുകൊണ്ട് ആരാധനാലയങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആരാധനാലയങ്ങളിൽ ഒരുക്കി കൊടുക്കേണ്ട സൗകര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്ന ഏതോ ഒരാള് ലൈവില് വന്നിട്ടേ എന്നോട് സംസാരിക്കണം, ഇപ്പൊ സംസാരിക്കാൻ റെഡിയാണെന്ന് കുറെ ആയി പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷിറിൽ അല്ലേ? ഷിറിലിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ഷിറിലിനല്ലേ എന്നോട് സംസാരിക്കേണ്ടത്? ഇപ്പൊ സംസാരിക്കാൻ റെഡിയാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ നമ്പർ ഇതാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഇപ്പൊ തന്നെ വിളിക്കാം, ലൈവിൽ നിന്നുകൊണ്ട് തന്നെ വിളിക്കാം. ഈ ലൈവിൽ നിൽക്കുന്ന ആളുകൾ കേൾക്കട്ടെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന്. ഷിറിലിന്റെ നമ്പർ ഇവിടെ ഇട്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. എനിക്കൊരു പ്രീ പ്ലാനിങ്ങിന്റെയും ആവശ്യമില്ല. വിളിക്കേ, നിങ്ങളുടെ നമ്പർ ഇതാ. കാരണം എന്റെ നമ്പർ തരാൻ പറ്റില്ല, നീ എല്ലാം കൂടെ അത്രമാത്രം തെറിവിളികളും ഭീഷണിപ്പെടുത്തലും ആയിരിക്കും. പേടിച്ചിട്ടല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, അത്രയും എഫേർട്ട് എനിക്ക് എടുക്കാനില്ലാത്തത് കൊണ്ടാണ്. ഷിറില് കണ്ടം വഴി ഓടുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒന്നുകിൽ അവൻ ഇനിയും ഇതിനകത്ത് ചാറ്റ് ബോക്സിനകത്ത് വരില്ല, അവൻ നമ്പരും തരില്ല. കാരണം എന്തെന്നറിയാമോ? അവരുടെ ലക്ഷ്യം വേറെയാണ്. ഷിറില് നമ്പർ ഇടറാ. നീ ഇതുവരെ എന്നെയല്ലേ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് ധൈര്യം ഉണ്ടോന്നല്ലേ നീ ചോദിച്ചുകൊണ്ടിരുന്നത്? ഞാൻ തരത്തരിയൊന്നും പറയില്ല. ഇതുവരെ എനിക്ക് ധൈര്യമുണ്ടോ നല്ലടാ ഷിറിലെ നീ ചോദിച്ചുകൊണ്ടിരുന്നത്? ഇടറാ നമ്പര്. ഞാൻ പറഞ്ഞില്ലേ, അവൻ കണ്ടം വഴി ഓടുന്നത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? അവൻ ഓടും. തമന്ന, എടി കൃഷിയിടമേ, നിന്റെ മറ്റവൻ കലപ്പയുമായിട്ട് അവിടെ നിപ്പുണ്ടാവും. പോയി കിടക്കടി പൊടി. എന്നെ പുഴുത്ത ചീത്തയാണ് ആ പെണ്ണ് വിളിക്കുന്നത്. ശരി, ഇതിലെ ആ ഒരു ചിന്ത, ആ ഒരു നിലപാട് ഇത് മാതൃകയാക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മതസൗഹാർദ്ദം അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലുള്ള മതസൗഹാർദ്ദം തകർക്കാൻ ഇത് കൂടുതൽ സാധിച്ചേക്കും എന്നും കൂടി ചില നേതാക്കളടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം കോളേജുകളിൽ മതസൗഹാർദ്ദത്തോടു കൂടി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തോടു കൂടി കഴിയേണ്ട കോളേജുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ചില മതപരമായ ചടങ്ങുകൾക്കും മറ്റും അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കും മറ്റും തോമസ് പാട്രിക്, എടാ നമസ്കരിച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല ഇവിടെ പറയുന്നത്.
ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന് അവിടെ ഒരു നമസ്കാരപ്പായ വിരിക്കണം, അവിടെ നമസ്കരിക്കാൻ ഒരു റൂം വേണമെന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കോളേജിനോട് ചേർന്ന് ഹോസ്റ്റലുണ്ട്, അവിടെ പോയി നമസ്കരിച്ചോ? ഈ കോളേജിനോട് ചേർന്ന് 3 പള്ളികളുണ്ട്, അവിടെ പോയി നമസ്കരിച്ചോ? ഇത് നമ്മൾ ഇത്തരം കലാലയങ്ങളിലേക്ക് വരുന്നത് വിദ്യ അഭ്യസിക്കാനാണ്, നമ്മൾ പഠിക്കാനാണ് വരുന്നത്, മതം ആചരിക്കാനല്ല. അങ്ങനെ ആയിരിക്കുകയും ചെയ്ത് നാളെ ഇവര് നോമ്പ് തുറക്കാനുള്ള ഇഫ്താർ സൗകര്യം കോളേജുകളിൽ വേണമെന്ന് പറയും. എന്ത് ചെയ്യും? ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് മറ്റു കുട്ടികളോടും അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടാകാനുള്ള സാധ്യത ഉണ്ടായേക്കാം എന്നും നേതാക്കൾ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതര പ്രതിഷേധക്കാർ പറയുന്നു എന്ന് നമ്മൾ. തമന്ന, നിന്റെ തന്ത പുഴുത്ത നാറിയോ പേപിടിച്ച നായോ ആണെന്ന് കുറെ നേരമായിട്ട് നീ തെളിയിച്ചുകൊണ്ടിരിക്കുവാണ്. നീ മുസ്ലിം ആണോ എന്ന് തന്നെ എനിക്കറിയില്ല, നീ പെണ്ണാണോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്തായിരുന്നാലും നിന്റെ തുണി പൊക്കി നോക്കാനൊന്നും ഞാൻ തയ്യാറല്ല. എന്തായിരുന്നാലും പുഴുത്ത നായാണ് നിന്റെ തന്തയെന്ന് നീ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്റെ പൊന്നുമോളെ, കൃഷിയിടമേ, നിനക്കൊന്നും നേരം വെളുത്തിട്ടില്ലടി. വീട്ടില് നീയൊക്കെ നിസ്കരിക്കാറുണ്ടോടി? കലാലയത്തിൽ പോയിട്ട് ഉണ്ടാക്കാൻ നീയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് നമ്മുടെയൊക്കെ സലഫി പള്ളികളിൽ സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച ജുമയ്ക്കുള്ള സൗകര്യമുണ്ട്. നീയൊക്കെ അവിടെ പോകാറുണ്ടോ? അപ്പൊ നമസ്കാരമാണോ നിന്റെയൊക്കെ ലക്ഷ്യം? അല്ല. ഇതിവിടെ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു എങ്കിൽ പോലും നമ്മൾ ചില ഇപ്പോ 840 പേര് ലൈവില് നിപ്പുണ്ട്. ആ ഷിറിൽ പോയ പോക്ക് നിങ്ങളൊക്കെ കണ്ടോ? 1008 പേര് ഇപ്പോൾ ലൈവില് നിപ്പുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ആ ഷിറിൽ പോയ പോക്ക് കണ്ടു. ഇതുവരെ ധൈര്യമുണ്ടെങ്കിൽ നമ്പറിട്ട് ഞാൻ ഇപ്പൊ വിളിക്കാൻ റെഡിയാണെന്നാ പറഞ്ഞേ. അവനത് ഇട്ടതിന്റെ തൊട്ടടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. ശരി, നിന്റെ നമ്പറിട്ട് ഞാൻ ഇപ്പൊ ലൈവായിട്ട് വിളിക്കാമെന്നാ പറഞ്ഞേ. എവിടെ പോയി? ഇപ്പൊ മനസ്സിലായോ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന്? ശരി, സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പങ്ക്, പി സി ജോർജ് അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത് വിഘടനവാദികളുടെ പങ്ക് ഇതിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ കുട്ടികൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലേക്ക് ഇത് കുത്തിവെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇനി വരുന്ന തലമുറ എന്ന് പറയുന്നത് വളരെയധികം മതസൗഹാർദ്ദത്തോട് കൂടി ജീവിക്കേണ്ട അല്ലെങ്കിൽ അത്തരം പ്രവണതകളോട് കൂടി വളർന്നു വരേണ്ട വിദ്യാർത്ഥികളുടെ ഇടയിലേക്കാണ് ഇത്തരം ഒരു സംഭവം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്ന സ്ഥലങ്ങൾ കൂടി അല്ലെങ്കിൽ എത്രത്തോളം ഉയർന്നു വരുന്നുണ്ട് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവിടങ്ങളിൽ എല്ലാ മതത്തിലുമുള്ള വിദ്യാർത്ഥികൾ പഠിച്ചു പോകുന്നു. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിൽ ചോദ്യങ്ങളിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട പേര് ഉപയോഗിച്ചതിനൊരു അധ്യാപകന്റെ കൈവിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ കോളേജിനകത്ത് നിസ്കാരത്തിന് സ്ഥലമൊരുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരം നടക്കുന്നു. മുസ്ലിം സംഘടനകളുടെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സമരം, അതിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണ ഉണ്ടാകുന്നു എന്നുള്ളത് സമൂഹം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. കാരണം രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്രത്തോളം മതപരമായ ആചാരങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന്. പള്ളിയല്ല വേണ്ടത്, പള്ളിക്കൂടമായിരം എന്ന് പറഞ്ഞു മുദ്രാവാക്യം പുലർത്തിയിരുന്ന ആളുകൾ, മുദ്രാവാക്യം മുഴക്കി കേരളത്തിൽ എന്തോ നവോത്ഥാനം ഉണ്ടാക്കി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പള്ളിക്കൂടമല്ല വേണ്ടത്, പള്ളികളാണ് 1000. എങ്ങനെയുണ്ട്? അവരിതിനെ എതിർക്കേണ്ടതല്ലേ? അല്ലേ? നാളെ പൂജാ റൂം പ്രത്യക്ഷപ്പെടുമോ? നാളെ ബൈബിൾ വായിക്കാൻ ഒരു റൂം പ്രത്യക്ഷപ്പെടുമോ? കലാലയങ്ങളിൽ വരുന്നത് പഠിക്കാനായിരിക്കണം, വിദ്യ അഭ്യസിക്കാനായിരിക്കണം, മതമാചരിക്കാനായിരിക്കരുത്. അങ്ങനെ വേണ്ടവർക്ക് മതപരമായ സ്ഥാപനങ്ങളുണ്ട്, അത്തരം മാനേജ്മെന്റ് നടത്തുന്ന മുസ്ലിം സ്ഥാപനങ്ങളുണ്ട്. ഇലാഹിയ കോളേജിൽ ഒരു പൂജാ റൂം പറ്റുമോ? ഇലാഹിയ കോളേജിൽ ബൈബിൾ റൂം പറ്റുമോ? ബൈബിൾ വായിക്കാൻ ഒരു റൂം? പിന്നെ എന്തേ നിർമ്മല കോളേജിൽ മാത്രം നിങ്ങളുടെ കിംവദന്തികളുമായിട്ട് വരുന്നത്, നിങ്ങളുടെ മതപരമായ ആവശ്യവുമായി വരുന്നത്? ഇത് പാകിസ്ഥാനല്ല നിങ്ങൾക്ക് തോന്നുന്നിടത്തൊക്കെ മുസല്ല വിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നമസ്കരിക്കണം, പള്ളിയിൽ പൊയ്ക്കോ. പള്ളി മഹല്ല് കമ്മിറ്റിക്കെതിരെ റീത്ത് വെച്ച് നിങ്ങൾ സമരം ചെയ്യും. എന്തേ പറ്റാത്തത്? ഇതേ ഇപ്പൊ ഏതാണ്ട് സഭയ്ക്ക് നട്ടെല്ല് വെച്ചിട്ടുണ്ട്. അവര് കൃത്യമായും ശക്തമായ രൂപത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നതുകൊണ്ടാണ്, ഈ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്നതിന് കൃത്യമായ ഒരു തീർപ്പുണ്ടായത്. നന്ദി. ഷിറിൽ പോയി, ഞാനിപ്പോ വിളിക്കാന്നൊക്കെ പറഞ്ഞു. എവിടെ ധൈര്യമില്ലാത്ത ടീം.